നമസ്കാരം. വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ നോർത്ത് ഈസ്റ്റ് യാത്ര ഇവിടെ മുതൽ ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ഞങ്ങൾ പോകുന്നത് അസാമിലെ ഗുവാഹട്ടിയിലേക്കാണ്. പോകാനുള്ള ട്രെയിൻ കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷനാണ്. ഞങ്ങൾ റൂമൊക്കെ എടുത്തത് എസ്പ്ലാൻഡ് എന്ന സ്ഥലത്താണ്. 24 മണിക്കൂർ നേരത്തേക്കാണ് ഈ AC റൂം ഞങ്ങൾ എടുത്തത്. 1300 രൂപയാണ് ആയത്. നല്ല സൗകര്യമുള്ള ഒരു മുറി തന്നെയാണ്. അധികം സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. കൊൽക്കത്തയുടെ പഴമ ഇന്നും നിലനിൽക്കുന്ന ട്രാം. അങ്ങനെ പോവുകയാണ്. ഞങ്ങൾ ട്രാമിലൊക്കെ കയറി യാത്ര ചെയ്തതേ ഉള്ളൂ. നല്ലൊരു കിഡിലൻ എക്സ്പീരിയൻസ് ആണ് ട്രാമിൽ യാത്ര ചെയ്തപ്പോൾ കിട്ടിയത്. നിങ്ങളൊക്കെ ഇവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒന്നാണിത്. 2 കോച്ചുകളെ അതിനാകെ ഉള്ളൂ. ഹൗറ, സിയാദ, ഷാലിബർ, സാന്ത്രഗാച്ചി, കൊൽക്കത്ത തുടങ്ങിയ 5 റെയിൽവേ സ്റ്റേഷനാണ് ടോട്ടലായിട്ട് ഈ ഒരു നഗരത്തിലുള്ളത്. ഇതിൽ പറഞ്ഞ ആദ്യത്തെ 4 ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ. ഈ കൊൽക്കത്തയിൽ ഇതുവരെ പോയിട്ടില്ല. ഇനി നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ എസ്പ്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മെട്രോ കയറിയിട്ട് ശ്യാംബസാർ അല്ലെങ്കിൽ ബെൽഗാച്ചിയ എന്ന് പറഞ്ഞ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്, അവിടെ ഇറങ്ങാനാണ് പ്ലാൻ. ബ്ലൂ ലൈനാണ് നമുക്ക് പോകേണ്ടത്. വീണ്ടും ഒരു ട്രാം വരുന്നത് കാണാം. ഈ സമയത്ത് ഒരുപാട് സർവീസ് ഉണ്ട്. ഞങ്ങൾ രാവിലെയാണ് പോയത്. റോഡിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ് എസ്പ്ലാൻഡയിലെ ബ്ലൂ ലൈൻ മെട്രോ സ്റ്റേഷൻ. ഈ മെട്രോക്ക്, അതായത് കൊൽക്കത്ത മെട്രോക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ്. ദക്ഷിണേശ്വർ ഭാഗത്തേക്കുള്ള മെട്രോയിലാണ് നമുക്ക് കയറേണ്ടത്. എസ്പ്ലനേഡിൽ നിന്ന് ബെലഗാച്ചി എന്ന ഭാഗത്തേക്കുള്ള ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത്. ഒരാൾക്ക് 15 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇവിടെ തന്നെ എസ്പ്ലനേഡ് എന്നൊക്കെ എഴുതിയത് കാണാം. 1 നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് വരേണ്ടത്. അങ്ങനെ മെട്രോ ഇതാ കടന്നു വരികയാണ്. മെട്രോയിൽ യാത്ര ചെയ്ത് ബെലിഗാച്ചിയ മെട്രോ സ്റ്റേഷനിലെത്തിയേ. ഇനിയിപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്ററാണ് കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളത്. പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയത്. നല്ല മഴ വന്നു. ഞങ്ങളുടെ കയ്യിൽ പിന്നെ കൊടയൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ പേടിക്കാനേ ഇല്ല. ഇനിയിപ്പോൾ നമുക്ക് നടന്നിട്ട് പോവാം. ട്രെയിൻ കയറിയതിന് ശേഷം മഴ പെയ്താൽ മതിയായിരുന്നു. അതാകുമ്പോൾ പിന്നെ ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇതുപോലുള്ള വണ്ടികളൊക്കെ കിട്ടും. പിന്നെ 1 കിലോമീറ്ററല്ലേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ നടക്കാമെന്ന് കരുതി. ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു. പെട്ടെന്നാണ് കാലാവസ്ഥ മാറിയത്. സൈക്കിൾ റിക്ഷകളൊക്കെ വരുന്നത് കാണാം. എന്തായാലും അടുത്ത് തന്നെ മെട്രോ സ്റ്റേഷൻ ഉള്ളത് കൊണ്ട് ഉപകാരമായി. അല്ലെ പിന്നെ അങ്ങനത്തെ വണ്ടിയാക്കിയിട്ട് വരേണ്ട സാഹചര്യം ഉണ്ടായേനെ. എന്തായാലും ബസ്സൊക്കെ മിക്കവാറും പോവും. പക്ഷെ ബസ്സൊക്കെ എവിടെ നിന്നാണ് കിട്ടുക എന്നറിയില്ല. ഇവിടെ നിന്നൊക്കെ ഇതൊക്കെ കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളൊക്കെ തന്നെയാണ്. കാരണം എന്താ അറിയോ, ഇവിടെ നിന്ന് ഇനിയിപ്പം അത്ര അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങൾക്ക് ഏകദേശം നടന്നിട്ട് എത്താനായി. അങ്ങ് അവിടെയാണ് കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷൻ. ആകാശം നോക്കിയേ, വീണ്ടും വലിയ മഴ വരികയാണ്. ഇവിടെയാണ് യാർഡൊക്കെ വരുന്നത്. എന്നിട്ട് ഈ പാലം ഇറങ്ങി അതുവഴി അങ്ങനെ പോകണം. മിന്നലും കൂടി ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് നടന്നു പോവാം. എന്തായാലും നനഞ്ഞു. ഇത്ര ശക്തിയിൽ മഴ വരുന്ന പ്രതീക്ഷിച്ചില്ല. കുഴപ്പമില്ല, എല്ലാവരും അനുഭവമല്ലേ. ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളം കയറി. ഇതിനിപ്പോൾ നേരെ സ്റ്റേഷനിലേക്കുള്ള വഴിയാണ്. ഒരു ചെറിയ മഴ ഇപ്പോൾ ഇവിടെ പെയ്തതേ ഉള്ളൂ. അപ്പോഴാണ് ഈ ഒരു താഴ്ച. നമ്മുടെ അടുത്തേക്ക് തെറിക്കില്ല വെള്ളം, കാരണം നമ്മൾ കുറച്ച് ഹൈറ്റിലാണ്. ഇത് നടന്നിട്ട് എത്തുന്നില്ല. ഇപ്പം മഴ കുറഞ്ഞേ. ഇനി ഈ മഴ ഇതാ അടുത്ത് ഇത്രയും വലിയ മഴയില്ലേ, അത് വരുന്നതിന് മുന്നേ അവിടെ എത്തണം. വെൽക്കം ടു കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നടന്ന് ഇതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. മഴ വീണ്ടും തുടർന്നു. ഇതാണ് കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷൻ. ഫസ്റ്റ് ടൈമാണ് കൊൽക്കത്തയിലേക്ക്.
ഇതിന് നേരെ അകത്തേക്ക് കയറി ട്രെയിനിന്റെ പ്ലാറ്റ്ഫോം ഏതാണെന്ന് നോക്കാം. പ്ലാറ്റ്ഫോം നമ്പർ 5 വന്നു. ഇവിടെയാണ് ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിൻ വരിക. പോകുന്ന ട്രെയിൻ ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ. മിസോറാമിലെ സൈറങ്ങിലേക്ക് ട്രെയിനുകളൊക്കെ ഓടിത്തുടങ്ങിയല്ലോ. കാരണം അവിടെ പുതുതായിട്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ വന്നു. കുറച്ച് മാസങ്ങളായതേ ഉള്ളൂ. കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷനിൽ ആഴ്ചയിൽ 3 ദിവസം സർവീസുള്ള സൈറങ് ട്രൈ വീക്ക്ലി എക്സ്പ്രസ് ആണ്. ഇവിടുന്ന് ഉച്ചയ്ക്ക് 12:25 പുറപ്പെടുക. അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് നേരിട്ട് ഗുവാഹട്ടിയിലേക്ക് പോകാൻ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. അതായത് ഒരൊറ്റ ക്ലാസ്സിൽ ഞങ്ങൾ സ്ലീപ്പറും 3rd AC എക്കണോമിയാണ് ബുക്ക് ചെയ്തത്. അതായത് ഇവിടുന്ന് ന്യൂ ജൽപൈഗുഡി വരെ സ്ലീപ്പർ ക്ലാസ്സും ന്യൂ ജൽപൈഗുഡിയിൽ നിന്ന് ഗുവാഹട്ടി വരെ 3rd AC എക്കണോമിയാണ്. ട്രെയിൻ നമ്പർ 13125 കൊൽക്കത്ത സൈറാങ് എക്സ്പ്രസ് ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 5 റിവേഴ്സ് ചെയ്ത് വരികയാണ്. ഇതിൻ്റെ ഏറ്റവും പുറകിൽ അൺറിസേർവ്ഡൊക്കെ ഉണ്ട്. അതിലിപ്പോഴേ ആൾക്കാരിതാ കയറി. എവിടെ തുറക്കാൻ? ഞങ്ങൾ കോച്ച് പൊസിഷൻ്റെ ഇതൊന്നും നോക്കിയില്ല. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നു. S4 കോച്ചിലാണ് ന്യൂ ജൽപൈഗുഡി വരെ നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. അതിനുശേഷം നമുക്ക് രാത്രിക്ക് വീണ്ടും 3rd AC എക്കണോമിയിലേക്ക് മാറിക്കയറണം. ഇത് പുതിയ കോച്ചുള്ള, അതായത് ഈ സൈറാങ്ങിലേക്ക് ഇപ്പം പുതിയതായിട്ട് വണ്ടി വന്നതാണല്ലോ. എല്ലാം പുതിയ കോച്ചുള്ള ഇതെല്ലാം വണ്ടി തന്നെയാണ്. S3 അപ്പോൾ ഈ വരുന്ന കോച്ചിൽ തന്നെയാണ് നമുക്ക് കയറാനുള്ളത്. ഇത് വർഷം നിർമ്മിച്ചാണ് നോക്കണ്ടേ. കൊൽക്കത്ത സൈറാങ് 2025 മേടാണ്. ഞാൻ പറഞ്ഞില്ലേ, പുതിയ പുത്തൻ മേട് കോച്ച് തന്നെയാണ്. ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് ഇവിടെ കപ്പിൾ ചെയ്തിരിക്കുകയാണ്. സിയാൽദ ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WAP7 ആണ് ലോക്കോമോട്ടീവ്. ഒന്നെങ്കിൽ ഇതിൻ്റെ ലോക്കോമോട്ടീവ് ന്യൂ ജൽപൈഗുഡിന്നോ അതുപോലെ ന്യൂ കോച്ച് ബിഹാറിന്നോ മാറാനുള്ളൊരു സാധ്യതയുണ്ട്. ഇനി മാറിയില്ലെങ്കിൽ നമുക്ക് നാളെ ഗുവാഹട്ടിയിൽ നിന്ന് നോക്കാം. അതായത് ഇലക്ട്രിക് നിന്ന് ഡീസലിലേക്ക്. കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷൻ്റെ 1ാം നമ്പർ പ്ലാറ്റ്ഫോമുള്ള ഭാഗത്ത് ഫെൻസിങ് ഒക്കെ ചെയ്ത് കണ്ട. അത് ഇവിടുന്ന് ബംഗ്ലാദേശിലേക്ക് ട്രെയിനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെക്കിങ്ങും പരിപാടിയൊക്കെ വരുമ്പം ആ ഒരു ഫെൻസിങ് അവിടെ വെച്ചതാണ്. S4 കോച്ചിൽ ഞങ്ങൾക്ക് കിട്ടിയത് 64 സൈഡ് അപ്പറും അതുപോലെ തന്നെ 58 ഒരു മിഡിൽ ബെർത്തുമാണ്. നവി, സൈഡിൽ ഓവറും സൈഡ് അപ്പറും കൊടുത്താൽ കിട്ടുന്നതല്ലേ? അതായത് പകല് കുറെ കാഴ്ചകളൊക്കെ കണ്ടു പോകാന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പ്രിഫറൻസ് കൊടുത്തത്. എന്ത് ചെയ്യണം, എങ്ങനെ കൊടുത്താലും സൈഡ് ഓവർ കൊടുത്താലും കിട്ടുന്നത് മിഡിലാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരു എന്താ പറയാ, ഞങ്ങൾ വേറെ വിചാരിക്കുന്നില്ല. കാരണം സീറ്റ് കിട്ടിയത് തന്നെ ഭാഗ്യമാണ്. കൊൽക്കത്തയിൽ നിന്ന് നമ്മൾ ഗുവാഹട്ടിയിലേക്ക് പോകുന്ന സമയത്ത് ന്യൂ ജൽപൈഗുഡി ഒന്ന് ഇറങ്ങി മാറി കയറുന്നുണ്ടല്ലോ. അതായത് കോച്ച് മാറുന്നുണ്ടല്ലോ. ടിക്കറ്റ് ചാർജിന്റെ കാര്യം പറഞ്ഞ സമയത്ത് നമുക്ക് വല്ല സാമ്പത്തിക നഷ്ടം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാം. കാരണം വെച്ചാൽ ഇവിടുന്ന് ന്യൂ ജൽപൈഗുഡി വരെ സ്ലീപ്പർ ക്ലാസ്സിന് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് 330 രൂപയാണ്. അവിടുന്ന് നമുക്ക് പോകാനുള്ളത് M1 ആണ്, അതായത് 3rd AC എക്കണോമി. അതിന്റെ ചാർജ് പറയുവാണെങ്കിൽ ന്യൂ ജൽപൈഗുഡിയിൽ നിന്ന് ഗുവാഹട്ടി വരെ ഒരാൾക്ക് വരുന്ന ചാർജ് 715 രൂപയാണ്. ടോട്ടലി അപ്പോൾ നമുക്ക് നമ്മുടെ കണക്ക് പറയുകയാണെങ്കിൽ 1045 രൂപയാണ് ഗുവാഹട്ടി വരെ ഒരാൾക്ക് വരുന്ന ചാർജ്. നേരെ മറിച്ചിട്ട് ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ 3rd AC എക്കണോമിക്ക് കൊൽക്കത്തയിൽ നിന്ന് ഗുവാഹട്ടി വരെ എടുക്കുകയാണെങ്കിൽ 1340 രൂപയാണ് വരിക. അപ്പോൾ ചിന്തിച്ച് നോക്കിയേ, 295 രൂപ നമുക്ക് അവിടെ ലാഭം വന്നു. രണ്ടുപേരും വെച്ച് നോക്കുമ്പോൾ ഏകദേശം 600 രൂപ ലാഭം വന്നില്ലേ. കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് 12:25 തന്നെ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. വീഡിയോന്റെ തുടക്കത്തിൽ നവി പറഞ്ഞല്ലോ കൊൽക്കത്തയിൽ പ്രധാനപ്പെട്ട 5 റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന്. ആ 5-ന് നമ്മളിപ്പോൾ വന്നു. പൊതുവെ ഇവിടെ തിരക്ക് കുറവാണ്. കാരണം ഇവിടെ ആകെ 5 പ്ലാറ്റ്ഫോമുകളേ ഉള്ളൂ. കൊൽക്കത്ത ട്രെയിൻ മുകളിലൂടെയാണ് പോകുന്നത്, കാണുന്നില്ലേ? മഴ വന്നു. മുകളിലേക്കൂടെ ലോക്കൽ ട്രെയിൻ മാത്രമാണ് പോവുക. ഈ മഴ വന്നു കഴിഞ്ഞാൽ ഈ റെയിൽ ട്രാക്കിനോട് ചേർന്ന് താമസിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ വീടുകളാണ്. അത്ര അടുത്താണ്. ഓടും അതുപോലെ തന്നെ ഷീറ്റുമാണ്.
എത്ര കുടുംബങ്ങൾ. ഇത് അവിടെയും അതൊക്കെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. ഈ മഴ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ, അവരെ വീട്ടിൻ്റെ അകത്തേക്കൊക്കെ വെള്ളം കയറും. സൈറങ്ങിലേക്ക് പോകുന്ന ഈ ട്രെയിനിന്റെ സ്ലീപ്പർ ക്ലാസിന്റെ ടോയ്ലറ്റിന്റെ വൃത്തി ഒന്ന് നോക്കിയാലോ. ഇതിപ്പോ ഓടി തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായതേ ഉള്ളൂ. നല്ല വൃത്തിയാണ് കേട്ടോ, എടുത്തു പറയാൻ ഒരു ബ്ലോക്കോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാ സമയത്തും ഇതുപോലെ തന്നെ ആയാൽ മതിയായിരുന്നു. കൊൽക്കത്തയിലെ ലോക്കൽ ട്രെയിൻ പാരലൽ റണ്ണാണ്. ലോക്കൽ ട്രെയിനാണ്, ഒരുപാട് കോച്ചുകളുണ്ട്. ലോക്കൽ ട്രെയിനുകൾക്ക് പോകാനുള്ള സെപ്പറേറ്റ് ട്രാക്ക് ഇതുവഴിയാണ്. ഒന്നേ 15 ട്രെയിൻ ഇപ്പോൾ നൈഹാട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതെത്തുകയാണ്. ഈ ട്രെയിൻ ആഴ്ചയിൽ 3 ദിവസമാണ് കൊൽക്കത്തയിൽ നിന്ന് സർവീസ് ഉള്ളത് എന്ന് പറഞ്ഞില്ലേ. തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും. അതുപോലെ തന്നെ ഈ ട്രെയിനിന്റെ ഒരു ഹിസ്റ്ററി പറയുവാണെങ്കിൽ ഇത് ഓടി തുടങ്ങിയിട്ട് ആകെ 2 മാസം മാത്രമേ ആയുള്ളൂ. നേരെ പോകുന്നത് മിസോറാമിലേക്കാണല്ലോ. ഇതുവരെ ഉണ്ടല്ലോ മിസോറാമില് ബൈറബി എന്ന് പറഞ്ഞ ഒരു സ്ഥലം വരെയാണ് റെയിൽ ഗതാഗതം ഉണ്ടായത്. അപ്പൊ അവിടെ നിന്ന് ബൈറബിന്ന് സൈറംഗ് വരെ റെയിൽ ഗതാഗതം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സൈറംഗ് എന്ന് പറഞ്ഞ സ്ഥലം മിസോറാമിന്റെ ക്യാപിറ്റലായ ഐസ്വാളിനോട് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ആ ഒരു സൈറംഗിലേക്ക് ഈ ട്രെയിൻ ആദ്യമായിട്ട് ഓടി തുടങ്ങിയതും, അതായത് ആ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞത് സെപ്റ്റംബർ മാസം 13-ാം തീയതിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ട്രെയിനിന്റെ എന്താ പറയാ ഒരു കൊമേഴ്ഷ്യൽ ജേർണി ഉണ്ടാവല്ലോ ഫസ്റ്റ്, അതുണ്ടായത് സെപ്റ്റംബർ മാസം തന്നെ 16-ാം തീയതിയാണ്. അത് കൊൽക്കത്തയിൽ നിന്നാണ് ഉണ്ടായത്. ഈ സൈറംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു വണ്ടി എന്താ പറയാ 3 ദിവസം ഉണ്ട് അങ്ങോട്ടേക്ക്. അതുപോലെ തന്നെ വീക്കിലി ആയിട്ട് ഒരു രാജധാനി ഉണ്ട്, അതായത് ഡൽഹിയിലെ ആനന്ദ് വിഹാറിന്ന് സൈറംഗിലേക്ക്. അതുപോലെ തന്നെ ഡെയിലി ഒരു വണ്ടി ഉണ്ട്, അതെന്ന് വെച്ചാൽ ഗുവാഹട്ടിയിൽ നിന്ന് സൈറംഗിലേക്ക് വരുന്ന വണ്ടിയാണ്. അങ്ങനെ 3 വണ്ടികൾ മാത്രമേ ഇപ്പൊ അങ്ങോട്ടേക്ക് ഉള്ളൂ. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഇതൊക്കെയാണ്. ബന്നുണ്ട്, ഓറഞ്ച് ഉണ്ട്, നിലക്കടലയുണ്ട്. രാവിലെ ഞങ്ങൾ ഫുഡ് കഴിച്ചാണ്. ഇനിയിപ്പം ഓൺലൈൻ വഴി രാത്രിക്ക് മാത്രമേ വാങ്ങുന്നുള്ളൂ. 2:15 ട്രെയിൻ ഇപ്പോൾ കൃഷ്ണനഗർ സിറ്റി ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. സ്റ്റേഷനിൽ തന്നെ ധാബകൾ കണ്ട പൂരിയും ചോള ഭട്ടൂരിയൊക്കെ ലൈവായിട്ട് തന്നെ നമുക്ക് ആക്കി തരും. ഇത് അവിടെ തന്നെയുണ്ട്, വെറൈറ്റി ഐറ്റംസ് ഒക്കെ കിട്ടും അവിടെ നിന്ന്. ഇപ്പോൾ യാത്ര ചെയ്യുന്ന ഈ റൂട്ടില്ലേ, ഇതിലൂടെ ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഈ ട്രെയിൻ പോകുന്നത് മുർഷിദാബാദ് വഴിയാണ്. എന്നിട്ട് നേരെ ഫറാക്ക ജംഗ്ഷനിലേക്ക് പോകും. എന്നിട്ട് പിന്നെ നേരെ മാൾഡ, അങ്ങനെയാണ് പോവുക. മറ്റ് കൊൽക്കത്തയിൽ നിന്ന് പുറപ്പെടുന്ന വണ്ടികളൊക്കെ ആണെങ്കിൽ നേരെ ഡാങ്കുനി, ബർദമാൻ വഴിയാണ് നേരെ പോവുക. ഇത് കുറച്ച് വ്യത്യസ്തമാണ്. മാത്രമല്ല ഇതിലൂടെ ട്രെയിനുകളൊക്കെ, എക്സ്പ്രസ് ട്രെയിനുകളൊക്കെ വളരെയധികം കുറവാണ്. നേരത്തെ ഉണ്ടായിരുന്ന ആ മഴയൊക്കെ കുറഞ്ഞു. ഇവിടെ മഴയൊന്നുമില്ല. ഈ കൊൽക്കത്തയിൽ നിന്ന് ഇപ്പം ഇവിടെ വരെ എത്തി. ഒരു എക്സ്പ്രസ് ട്രെയിനെ പോലും ഇങ്ങോട്ട് കടന്നു വരുന്നത് കണ്ടില്ല. നേരത്തെ തന്നെ പറഞ്ഞല്ലോ, എക്സ്പ്രസ് ട്രെയിനുകൾ ഈ റൂട്ടിൽ വളരെയധികം കുറവാണ്. കൊൽക്കത്തേൻ്റെ ലോക്കൽ സ്റ്റേഷൻ വഴി പോയപ്പോൾ കുറച്ച് ലോക്കൽ സബർബൻ ട്രെയിനുകളെ കണ്ടു. അതല്ലാതെ വേറെ ഒരു ട്രെയിനും ഇല്ല. ഇപ്പോഴാണ് ഒരു എക്സ്പ്രസ് ട്രെയിനെ കണ്ടത്. ഇത് പാസഞ്ചർ പാസഞ്ചർ എക്സ്പ്രസ് എന്ന് പറയാം.
ഇപ്പോൾ ബർഹാംപൂർ കോട്ട് സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. 3:55 ട്രെയിൻ ഇപ്പോൾ മുർഷിദാബാദ് ജംഗ്ഷനിലെത്തിയേ. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. കൊൽക്കത്ത സബർബനൊക്കെ ഇവിടം വരെ സർവീസൊക്കെ ഉണ്ട്. നേരത്തെ ഒരു ലാൽഗോല ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ട്രെയിൻ കണ്ടില്ലേ, അത് ബംഗ്ലാദേശ് ബോർഡറാണ്. അതായത് ലാൽഗോലയിൽ നിന്ന് തന്നെ ഈ പറഞ്ഞ സിയാദയിലേക്ക് കൊൽക്കത്ത സബർബനൊക്കെ ഉണ്ട്. ലാൽഗോലയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് 240 കിലോമീറ്റർ ഉണ്ട് ദൂരം എന്ന് പറയാൻ. ഇപ്പം ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ വരുന്നത് അസീം ഗഞ്ച് എന്ന് പറയുന്ന സ്റ്റേഷനാണ്. അപ്പോൾ ആ ഒരു പോകുന്ന വഴി തന്നെ നമ്മൾ കൊൽക്കത്തയും ഹൗറയും നമ്മൾ വേർതിരിക്കുന്ന ഒരു നദിയിലെ ഹൂഗ്ലി, ആ ഒരു നദി നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ യാത്ര ചെയ്യുന്ന S4 കോച്ച് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. 2025 മെയ് മാസമാണ് ഈ ഒരു കോച്ച് നിർമ്മിച്ചത്. നല്ല വെള്ളമാണിപ്പോ. ഇവിടെയൊക്കെ കൃഷിപ്പാടാണ്. വാഴ, നെല്ല് ഒക്കെയാണ് ഇവിടെ. ചെറിയൊരു ഗ്രാമം, വീടുകളൊക്കെ കാണാം. ഒരുപാട് ആടുകളുണ്ട് ഇവിടെ. 4:06 ട്രെയിൻ ഇപ്പോൾ അസീംഗഞ്ച് ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇതൊക്കെ ഈസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനുകളാണ്. ഇത് അത്യാവശ്യത്തിന് വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. കൊൽക്കത്ത മുതൽ മാൾഡ ആ ഒരു ഭാഗം വരെ ഈസ്റ്റേൺ റെയിൽവേ തന്നെയാണ്. 5:40 ട്രെയിൻ ഇപ്പോൾ ന്യൂ ഫറാക്ക ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. ശക്തമായ മഴയാണിപ്പോൾ ഇവിടെ. 5:40 ആകുമ്പോഴേ നല്ല ഇരുട്ടാണ് ഇവിടെ. റൂഫില്ലാത്തത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് അധികം ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. കൊൽക്കത്തയിൽ നിന്ന് ഫറാക്ക വരെ സ്ലീപ്പർ ക്ലാസ്സിൻ്റെ അകത്ത് യാതൊരുവിധ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതായത് ബുക്ക് ചെയ്ത് കയറിയവർ മാത്രമാണ് ഈ സ്ലീപ്പർ ക്ലാസ്സിൻ്റെ അകത്ത് കയറിയത്. ഇനിയിപ്പോൾ അങ്ങോട്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കി തന്നെ കാണാം. ഇനി അടുത്ത സ്റ്റോപ്പ് ഉള്ളത് മാൾഡ ടൗൺ റെയിൽവേ സ്റ്റേഷനിലാണ്. അതുപോലെ തന്നെ ഇതുവഴി തന്നെയാണ് നമ്മുടെ അർണോയ് എക്സ്പ്രസും അതുപോലെ തന്നെ ദിബ്രുഗഡിൽ പോകുന്ന വിവേക് എക്സ്പ്രസ് ഒക്കെ പോകുന്നത്. അതേ റൂട്ടിൽ തന്നെ നമ്മളിപ്പോൾ കയറിയിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേഷൻ കഴിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഗംഗാ നദി ക്രോസ് ചെയ്യും. അതായത് ഒരു ഡാം ഉണ്ട്, അതിനെ പറഞ്ഞ പേര് ഫറാക്ക ബാരേജ് എന്നാണ്. ഏകദേശം ഒരു 2 കിലോമീറ്ററിന്റെ മേലെ അതിന്റെ നീളം വരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ മാൾഡ ടൗൺ ആ ഒരു ഡയറക്ഷൻ പോകുന്ന വഴി വലത് വശം തീർന്നിട്ട് തന്നെ റോഡും ഉണ്ട്. അതായത് റെയിലും റോഡും അടുത്തടുത്താണ് നമുക്കത്. അതുപോലെ തന്നെ അടുത്ത സ്റ്റേഷനായ മാൾഡയിൽ വെച്ചിട്ട് ഞങ്ങൾ രാത്രി കഴിക്കേണ്ട ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് IRCTCന്റെ ഫുഡ് ഓൺ ട്രാക്ക് വഴിയാണ് ബുക്ക് ചെയ്തത്. നമ്മുടെ ബർത്തിൽ തന്നെ അത് കൊണ്ടുവന്ന് തരും. പാലിതാ ഇവിടെ മുതൽ ആരംഭിച്ചു. അപ്പോൾ നല്ല മിന്നലൊക്കെ ഉണ്ട്. ഇവിടുന്ന് ബംഗ്ലാദേശ് ബോർഡറിലേക്ക് 18 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഗംഗാ നദിക്ക് കുറുകെയുള്ള ആ പാലം ഫറാക്ക ബ്രിഡ്ജ്. അതുപോലെ തന്നെ ഇതൊരു ഡാം കൂടിയാണ്. താഴെ നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ. കണ്ടാ, യാത്രയായതുകൊണ്ടാണ് ക്ലിയർ ആവാത്തത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു റെയിൽ കം റോഡ് ബ്രിഡ്ജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം അത്ര അടുത്തുകൂടെ തന്നെയാണല്ലോ പോകുന്നത്. രണ്ടും ഒരുമിച്ചാണ്. കൂടുതലും വലിയ വലിയ ലോറികളാണ്. ഇവിടെയൊക്കെ നല്ല ശബ്ദം.
ശരിക്കും ഇതൊക്കെ 2 കിലോമീറ്ററിന് മുകളിൽ വരുന്നുണ്ടല്ലോ. ഗംഗാ നദിയല്ലേ. ബീഹാറിലൊക്കെ പോയാൽ എത്ര കിലോമീറ്റർ ആണ് ഗംഗയ്ക്ക് കുറുകെ പാലം. ഇതിൻ്റെ ഈ സൈഡിൽ മാത്രമാണ് നല്ല കാഴ്ചയുള്ളത്. എതിർവശത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനില്ല. പകുതി ഏകദേശം കഴിഞ്ഞു. ബാക്കി ഈ ട്രെയിൻ ഇപ്പോൾ വന്നത്, അല്ലെങ്കിൽ ആ ഒരു ബ്രിഡ്ജ് നമുക്ക് കാണാൻ പറ്റണില്ലായിരുന്നു. 6:24 ട്രെയിൻ ഇപ്പോൾ മാൾഡ ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 5 മാൾഡയിൽ ഈ ട്രെയിനിൽ 10 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ ആകെ 7 പ്ലാറ്റ്ഫോമുകളുണ്ട്. ഞങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത ഫുഡൊക്കെ ഞങ്ങളുടെ ബർത്തിൽ തന്നെ കൊണ്ടുവന്ന് തന്നു. ഇനി അടുത്ത സ്റ്റോപ്പ് ബീഹാറിലാണ്, കിഷൻഗഞ്ച്. ഓൺലൈൻ വഴി ഞങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണം ഇതാണ്. ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസും 6 പ്ലെയിൻ റൊട്ടിയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 2 കെച്ചപ്പും ഒരു വലിയ പ്ലേറ്റും ഒരു സ്പൂണും കൂടി ഉണ്ട്. അപ്പം ഞങ്ങൾ വെജ് ഫുഡ് തന്നെ കഴിക്കാമെന്ന് കരുതി. ട്രെയിൻ യാത്രയിൽ ചിക്കൻ വേണ്ടല്ലേ ഇവിടെ നിന്നും. അതുപോലെ തന്നെ ഒരെണ്ണം മാത്രമേ വാങ്ങിയുള്ളൂ, കാരണം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നേരത്തെ മാൾഡയിൽ വഴി യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇതേ റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഓൺലൈൻ വഴി എന്താ പറയുക ബുക്ക് ചെയ്യാറുള്ളത്. അതായത് അരുണോ എക്സ്പ്രസ്, വിവേക് എക്സ്പ്രസ്, ആ ട്രെയിനിലെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഇതന്നെയാണ് കഴിച്ചിട്ടുള്ളത്. 9:04 ട്രെയിൻ ഇപ്പോൾ ബീഹാറിലെ കിഷൻഗഞ്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റ് ആണ് ട്രെയിൻ സ്റ്റോപ്പ്. അടുത്തത് ഇനി വെസ്റ്റ് ബംഗാളിലെ ന്യൂ ജൽപൈഗുരിയാണ്. കാരണം വെസ്റ്റ് ബംഗാളിൽ നിന്ന് മാറിയിട്ട് ഇപ്പം ബീഹാറിൽ കയറിയല്ലോ, ഇനി വീണ്ടും വെസ്റ്റ് ബംഗാളിലേക്ക് കയറുന്നുണ്ട്. ഇവിടെയാണ് ഒരു ബോർഡൊക്കെ ഉള്ളത്. ഇതുവരെ സ്ലീപ്പർ ക്ലാസ് ഓക്കെയാണ്, ഒരു പ്രശ്നവുമില്ല, ഒരു ബുദ്ധിമുട്ടോ അതായത് വെയിറ്റ്ലെസ് ടിക്കറ്റോ അൺറിസർവ്ഡ് ടിക്കറ്റുകാരോ അങ്ങനെ ഒന്നും തന്നെ കയറുന്നില്ല. 10:20 ട്രെയിൻ ഇപ്പോൾ ന്യൂ ജൽപൈഗുരിയിലേക്ക് എത്തുകയാണ്. ഇവിടുത്തെ യാർഡാണ്. ഇവിടെ ഒരു വന്ദേ ഭാരത് കിടക്കുന്നതാണ്. ഇവിടെ തന്നെ ആകാം പ്ലാറ്റ്ഫോം, നോക്കാം. 10:23 ട്രെയിൻ ഇപ്പോൾ ഇതാ ന്യൂ ജൽപൈഗുരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. സ്റ്റേഷൻ്റെ കോഡ് NJP എന്നാണ്. കുറച്ച് ഡിലേ ആയി വണ്ടി ഇവിടെ എത്തുമ്പോൾ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ കയറാനുണ്ട്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഈ സ്ലീപ്പറിന്ന് ഇറങ്ങി 3rd AC എക്കണോമിയിലേക്ക് കയറണം. അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണിത്. 1ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ന്യൂ ജൽപൈഗുരി. ഇവിടെ 10 മിനിറ്റ് ആണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. നമുക്ക് കയറി പോകാനുള്ള M1 കോച്ച് ഇതാണ്. M1 കോച്ചിൽ കയറി വരുമ്പോൾ ഉള്ള ഈ 2 അപ്പുറപ്പുറത്താണ് ഞങ്ങളുടേത് 3ഉം 6ഉം. ഞങ്ങൾക്കുള്ള ബെഡ്ഷീറ്റും പില്ലോയും അതുപോലെ തന്നെ കമ്പിളിയും ഇവിടെ ഓൾറെഡി ഉണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം അല്ലേ. കയറി വരുന്ന ഒരു ഭാഗത്ത് സ്ലീപ്പർ ഒക്കെ ആണെന്നുണ്ടല്ലോ, ആ ഒരു പുറത്ത് ഒരു ഭാഗം വെളിച്ചില്ലേ തന്നെ അടിച്ചു കയറും. പിന്നെ AC ആയിട്ട് പിന്നെ തരക്കേടില്ല എന്ന് വിചാരിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ NJPന്റെ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സിക്കിമിലേക്ക് പോകണമെങ്കിലും അതുപോലെ തന്നെ ഡാർജിലിംഗിലേക്കൊക്കെ പോകാനാണെങ്കിൽ ഇവിടെയാണ് ഇറങ്ങേണ്ടത്. ഇവിടുന്ന് സിക്കിമിന്റെ ക്യാപിറ്റലായ ഗാങ്ടോക്കിലേക്ക് 115 കിലോമീറ്റർ ആണ്. നമ്മുടെ എന്താ പറയുക ഡാർജിലിംഗ് മൗണ്ടൻ റെയിൽവേ ഒക്കെ ഇല്ലേ, അതിലൊക്കെ കയറണം ഇങ്ങോട്ട് വരാം. അതുപോലെ തന്നെ ബംഗ്ലാദേശ് ബോർഡറിലേക്ക് ഇവിടുത്തെ 7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ആ ബോർഡറിന്റെ പറഞ്ഞ പേര് ബംഗ്ലാബന്ധ എന്ന് പറഞ്ഞാണ് അതിന്റെ പേര് വരുന്നത്. 10:40 ഇപ്പോൾ ന്യൂ ജൽപൈഗുരി എന്നൊക്കെ ട്രെയിൻ എടുത്തു. ഇനിയിപ്പോൾ ഇന്ന് രാത്രിക്കത്തെ കാഴ്ചകളൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ ഇനി അസാമിൽ എത്തിയതിനു ശേഷം കാണാം. ഗുഡ് മോർണിംഗ്. രാവിലെ 6:09 ട്രെയിൻ ഇപ്പോൾ അസാറ എന്നൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയേ. ഞങ്ങൾ അങ്ങനെ നോർത്ത് ഈസ്റ്റിലേക്ക് കയറി, അതായത് അസാമിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് 9 കിലോമീറ്റർ മാത്രമേ
കാമാക്കിയിലേക്കുള്ളൂ അല്ലേ? കാമാക്കിയിൽ നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ, പുറത്തേക്ക് ഒരു വെതർ പറഞ്ഞ സമയത്ത് വലിയ തണുപ്പ് നമുക്ക് പുറത്ത് അനുഭവപ്പെടുന്നില്ല. പക്ഷെ നമ്മുടെ തേർഡ് എ സി എക്കണോമിനകത്ത് ഭയങ്കര തണുപ്പായിരുന്നു. കിടന്ന് പറക്കരുതല്ലേ? മറ്റേ വേറെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇപ്പൊ സിഗ്നൽ കിട്ടി നിർത്തിയിരിക്കുകയാണ് വണ്ടി. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പൊ വണ്ടി നിർത്തിയിട്ട് അരമണിക്കൂറിന് മുകളിലായി. എന്താണ് വണ്ടി എടുക്കാത്തതെന്ന് അറിയില്ല. പിന്നെ ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച ഇതാണ്. ഈ ഭാഗത്തേക്ക് മുഴുവനും മലനിരകളാണ്. ട്രെയിനിന്റെ ലോക്കോമോട്ടീവ് ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. നല്ല WIP-7 ആണല്ലോ കണ്ടത്, അത് ഡീസലായി. WDP-4D ആണെന്നാ തോന്നുന്നത് കണ്ടിട്ട്. ടിപ്പോർ ലേക്കിനോട് ചേർന്ന് തന്നെയാണ് ഇപ്പോൾ ഒരുപാട് നേരമായിട്ട് പോകുന്നത്. കാമാക്കിയിലേക്ക് എത്തുകയാണ്. നല്ല റോഡുകളാണ് ഇവിടെയൊക്കെ. ആറുവരി പാത, അതോടൊപ്പം തന്നെ സർവീസ് റോഡ്. ട്രെയിൻ ഇപ്പോൾ കാമാഖ്യ ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഗുവാഹട്ടിയുടെ ഒരു സാറ്റലൈറ്റ് സ്റ്റേഷനാണ് കാമാഖ്യ. കാമാഖ്യയിൽ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. സിൽച്ചാർ ചർലപ്പള്ളി എക്സ്പ്രസ് ആണിത്, ഹൈദരാബാദ് വണ്ടി. സിലിഗുഡി. അവിടെയൊക്കെ നോർമൽ തിരക്ക്. നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നായ കാമാഖ്യ ദേവി ക്ഷേത്രം ഉള്ളത് ഇവിടെയാണ്. നിലാചൽ മലനിരകളിലാണ് ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഇവിടെയൊക്കെ ഓൾറെഡി വന്നിട്ടുള്ളത് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും ദൂരത്തിലോടുന്ന ട്രെയിനായ ദിബ്രുഗഡ് കന്യാകുമാരി വിവേക് എക്സ്പ്രസ് ഇതാ കാമാഖ്യ റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നു പോവുകയാണ്. ഇതിനിവിടെ സ്റ്റോപ്പില്ല. WDP-4D ആണ് ഇതിൻ്റെ ലോക്കോമോട്ടീവ്. നമ്മുടെ നാട്ടിലേക്ക് പോകുന്ന വണ്ടി സിലിഗുഡി ലോക്കോമോട്ടീവ് ഷെഡിലുള്ള ലോക്കോമോട്ടീവാണിത്. വിവേക് എക്സ്പ്രസ്. ഇതിൻ്റെ അഡ്രസ്സുകളിലത്തേക്കെല്ലാം തിരക്ക് വാങ്ങിക്കോ. ഇപ്പൊ ഒന്നും തിരക്കേ ഇല്ല. ഈ ട്രെയിനിന്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് ദിബ്രുഗഡ് വരെ യാത്ര ചെയ്തിട്ടുണ്ട് തേർഡ് AC. അതുപോലെ തന്നെ ദിബ്രുഗഡിൽ നിന്ന് കന്യാകുമാരിയിലേക്കും യാത്ര ചെയ്തിട്ടുണ്ട്. അത് RIC യാത്രയായിരുന്നു. രണ്ടും ഒരു 1.5 യാത്ര തന്നെയായിരുന്നു ഇതിലേത്തെ. അപ്പ് ആൻഡ് ഡൗൺ ഫുൾ യാത്രയാണ് ചെയ്തത്. ഈ ട്രെയിനിന്റെ സ്ലീപ്പർ ക്ലാസ്സിലൊന്നും ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. കാരണം ഇത് ഇന്നലെ രാത്രിക്കാണ് ദിബ്രുഗഡിൽ നിന്ന് പുറപ്പെട്ടത്. ന്യൂ ജൽപൈഗുഡി അതുപോലെ തന്നെ മാൽഡ ടൗൺ അവിടെ നിന്നൊക്കെയാണ് ഇതിൽ നല്ല തിരക്ക് വരിക. അങ്ങനെ അതും പോയി. മറ്റൊരു വണ്ടി കൂടി ഇതുവഴി കടന്നു പോവുകയാണ്. ദിബ്രുഗഡ് ന്യൂഡൽഹി രാജധാനി. ഇത് ഇലക്ട്രിക് ആണ് ലോക്കോമോട്ടീവ്. ട്രെയിൻ ഇപ്പോൾ ഗുവാഹട്ടിയിലേക്ക് ഇതാ എത്തുകയാണ്. പൾട്ടൺ ബസാർ ഏരിയ ആണ്. ഈ ഭാഗത്ത് വല്ലാത്തൊരു എന്താ പറയുക
ഡ്രഗൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. അത് നമുക്ക് ഈ വരുന്ന വഴി തന്നെ കാണാം. മദ്യപാനം അതൊക്കെ ഇവിടെ സുലഭമായിട്ടാണ് ഈ ഒരു ട്രാക്കിനോട് ചേർന്ന് തന്നെയുള്ളത്. ഈ ട്രാക്കിനോട് ചേർന്ന് തന്നെ 2-3 കസേരയൊക്കെ വെക്കും. എന്നിട്ട് ഇവിടെ ഇരുന്ന് അവർക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെ ഇവിടുന്ന് സെറ്റാക്കിയിട്ട് പോകും. കൊൽക്കത്തയിൽ നിന്നും 997 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിനിൽ ഇതാ അസാമിലെ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 8:05 ഇപ്പോൾ. ട്രെയിൻ ഡിലേ ആണ്. ഇവിടെ എല്ലാ പ്ലാറ്റ്ഫോം. ഈ ട്രെയിനിന് ഈ ഹഫ്ലോങ്, ബദർപൂർ, ഭൈറബി വഴിയാണ് സൈറങ്ങിലേക്ക് കടന്നു പോവുക. രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇത് അവിടെ എത്തും. ഗുവാഹട്ടി 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വന്നത്. ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമുള്ള ഭാഗത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെ ഏറ്റവും തിരക്കുള്ള ഭാഗം ഇതല്ല, ഇതിൻ്റെ ബാക്ക് ഗേറ്റിലാണ്. അവിടെയാണ് പൾട്ടം ബസാറൊക്കെ വരുന്നത്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ, അതായത് ഈ ടാക്സികളായാലും ഷില്ലോങ് ഭാഗത്തേക്ക് ടാക്സികളും അതുപോലെ തന്നെ ബസ്സുകളും എല്ലാം ഉണ്ടാവുക ആ ഒരു ഭാഗത്താണ്. കൊൽക്കത്തയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. ഇവിടെ ഗുവാഹട്ടിയിൽ എത്തുമ്പോഴത്തേക്കും 1.5 മണിക്കൂറാണ് ട്രെയിൻ ഡിലേ. പിന്നെ ഇവിടെ ഈ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ തന്നെ ഡ്രഗൊക്കെ യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഉള്ളത് തന്നെയാണ്. നമുക്ക് ട്രെയിൻ വഴി വരുമ്പോൾ തന്നെ അതൊക്കെ ലൈവായിട്ട് തന്നെ കാണാം. അതായത് ഗുവാഹട്ടിയിലേക്ക് വരുന്നവർ കണ്ടവർ ചിലപ്പോൾ ഉണ്ടാവും. അതായത് ആ ഒരു വളവുണ്ട്, ആ വളവിന്റെ സൈഡിൽ തന്നെ ഒരുപാട് എന്താ പറയാ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതല്ല, അതിന് പുറമെ ചെറുപ്പക്കാരായ ഒരുപാട് യുവാക്കൾ ആ സൈഡിൽ തന്നെ സിറഞ്ചക്കില്ലേ, അത് കയ്യിലൊക്കെ കുത്തിവെക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇന്നും ഞങ്ങൾ അത് ശരിക്കും കണ്ടാണ്. പക്ഷെ അതൊക്കെ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ട്രെയിൻ പോകുന്നത് വളരെയധികം സ്ലോ ആണ്. അവരെന്തായിരിക്കും റിയാക്ട് ചെയ്യുന്നത് പറയാൻ പറ്റില്ലോ. ഒരു പക്ഷെ വരും നമുക്ക് 3rd AC അകത്തുനിന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും അല്ലേ, കാണാൻ പറ്റുമല്ലേ. അതെ, ഞങ്ങൾ ഒരുപാട് തവണ കണ്ടാണ്. അതിന്റെ ഒരു കാഴ്ച ഏതോ ഒരു വീഡിയോയിൽ ഞങ്ങൾ പകർത്തിയിട്ടുമുണ്ട്. അപ്പൊ എന്താ പറയാ, ഇനിയിപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ മേഘാലയ എന്ന സംസ്ഥാനത്തേക്ക് പോവുകയാണ്. ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഷില്ലോങ് വരെയുള്ള യാത്രയാണ് അടുത്ത ദിവസം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പറ്റിയ ബൈ.